ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LGS 2024 രണ്ട് പ്രധാനപ്പെട്ട LGS മെയിൻസ് പരീക്ഷകളുണ്ട്. ഒന്ന് പ്രിലിംസ് കഴിഞ്ഞ് റിസൾട്ട് വന്ന യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ്, രണ്ടാമത്തത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള LGSൻ്റെത്. ഓക്കെ, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള LGS സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പരീക്ഷ നടക്കുമെന്നാണ് പരീക്ഷ കലണ്ടറിൽ വന്നത്. ഓക്കെ, എന്നാൽ യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസ് ഫെബ്രുവരിയിലാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിലിംസിന് ക്ലാസ് നിങ്ങൾക്ക് തന്നതാണ് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ. മെയിൻസിനും ഞങ്ങൾ ക്ലാസ് തരികയാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, LGSന് ഓൺലൈൻ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ, റെക്കോർഡ് ക്ലാസ് ഇല്ല. ഓക്കെ, ഇനി ഈ ക്ലാസ്സിൻ്റെ, അതായത് നമുക്ക് ഫെബ്രുവരി വരെ എങ്ങനെ ക്ലാസ് പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഓക്കെ, ഇന്ന് തന്നെ നമ്മൾ 2021 LGS പരീക്ഷയ്ക്ക് ചോദിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് LGSന് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഞാൻ പഠിക്കേണ്ട SCET ചാപ്റ്ററുകൾ, LGSന് പഠിക്കേണ്ട SCET ചാപ്റ്ററുകൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. 5ാം ക്ലാസ് ഇട്ടിട്ടുണ്ട്, 6ാം ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ പഠിക്കുന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല അടിപൊളിയായിട്ട് കേട്ട് പഠിക്കുക, ആവശ്യമുള്ള പോയിന്റ് എഴുതി പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ചോദ്യം ഇതാണ്, 2021 LGSലെ ചോദ്യം തന്നെയാണ്. ഓക്കെ, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരം? ഓപ്ഷൻ പോലുള്ളത് പറയൂടാ, ദേവരെ കൊണ്ടാ പിടിക്കൻ. ഓക്കെ, ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്. ഏത് വർഷത്തെ? 1792. അപ്പൊ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിച്ചത്? മലബാർ ലഭിച്ചത്. ഓക്കെ, ശ്രദ്ധിച്ചേട്ടോണേ. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1792, നിങ്ങൾക്ക് വർഷം അറിയാം, ഡേറ്റ് അറിയോ? അറിയത്തില്ല. മാർച്ച് 18, 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ത് ചെയ്തത്? ഒപ്പുവെച്ചത്. ഓക്കെ, അപ്പൊ ഏത് യുദ്ധത്തിന് അവസാനമാണ്? 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് അവസാനത്തോടെ. ഓക്കെ, ഈ ഉടമ്പടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് അവസാനിക്കുന്നത്. അപ്പം 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1792 മാർച്ച് 18 എന്ത് ചെയ്തത്? ശ്രീരംഗപട്ടണ ഉടമ്പടി ഒപ്പുവെച്ചത്. ഓക്കെ, ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണെന്നറിയോ? അദ്ദേഹത്തെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കോൺവാലിസ്. ആരാണ്? കോൺവാലിസ്. കേട്ടോ, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? കോൺവാലിസ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഒരാൾ നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാർക്ക് കൊണ്ട് ഒപ്പുവെച്ചത് ആരാ? കോൺവാലിസ്. ഈ മൈസൂറുകാർക്ക് കൊണ്ട് ഒപ്പുവെച്ചത് ആരാ? ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനും കോൺവാലിസിനോട് ഒപ്പുവയ്ക്കുന്നത്. ഡേറ്റ് 1792 മാർച്ച് 18. ഓക്കെ, ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ലഭിക്കുന്നു? മലബാർ ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ഇട്ട് കഴിഞ്ഞാൽ 1 മലബാർ, 2 കൂർഗ്, 3 ഡിണ്ടിഗൽ. ഏതാണ്? ഡിണ്ടിഗൽ. 4 ബരമഹൽ. ഏതാണ്? ബരമഹൽ. അപ്പൊ 1792 മാർച്ച് 18 ഒപ്പുവെച്ച ഏതുടമ്പടി? ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? മലബാർ, കൂർഗ്, ഡിണ്ടിഗൽ, ബരമഹൽ. ഏതൊക്കെയാണ്? മലബാർ, കൂർഗ്, ഡിണ്ടിഗൽ, ബരമഹൽ. ഏതൊക്കെ? മലബാർ, കൂർഗ്, ഡിണ്ടിഗൽ, ബരമഹൽ. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ ഇത്രയും മനസ്സിലായ? ഓക്കെ, അപ്പൊ ഈ പഠിപ്പിച്ച ഇത്ര നിങ്ങൾ ചോദിക്കട്ടാ? ഓക്കെ, ശരി. ഓക്കെ, സുനിയ പോസിറ്റെ പറ. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച ഏത് ഉടമ്പടി പ്രകാരം? ശ്രീരംഗപട്ടണ ഉടമ്പടി. ഓക്കെ, ഏത് വർഷം? 1792 മാർച്ച് 18. ആരാ ഒപ്പിട്ടത്? ടിപ്പു സുൽത്താനും. ഓക്കെ, ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏതൊക്കെ സ്ഥലങ്ങളാണ്? മലബാർ, കൂർഗ്, ഡിണ്ടിഗൽ, ബരമഹൽ. മലബാർ, കൂർഗ്, ഡിണ്ടിഗൽ, ബരമഹൽ. ഓക്കെ, ഏത് യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി ഉണ്ടായത്? 3ാം മൈസൂർ യുദ്ധം. ഏത് മൈസൂർ യുദ്ധം? 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ്. കേട്ടോ, ഓക്കെ, ശരി. അടുത്ത ചോദ്യം സ്ഥിരമായി PSC ചോദിക്കുന്ന ചോദ്യമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? 21A. ഇതൊക്കെ കൊള്ളാം. നിങ്ങൾ ഓപ്ഷൻ പോലും ഇല്ലാതെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ഐ ആം ഹാപ്പി.
ഇവരെ കൊണ്ടോ? ഓക്കെ. എടാ, ആർട്ടിക്കിൾ 21A പറയുന്നത്. ഈ ആർട്ടിക്കിൾ 21A അടിസ്ഥാനമാക്കി പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ മെയിൻ പരീക്ഷകൾക്കും ഒരു ചോദ്യം വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. ഓക്കെ. വിദ്യാഭ്യാസ അവകാശ നിയമമാണ് ഈ പാർലമെന്റ് പാസ്സാക്കിയ നിയമം. ഏത്? ആർട്ടിക്കിൾ 21A അടിസ്ഥാനമാക്കി. അങ്ങനെ ചോദിക്കും, മനസ്സിലായ? ഇന്ന് കോട്ട ഇടാടാ. ആർട്ടിക്കിൾ 21A അടിസ്ഥാനമാക്കി പാസ്സാക്കിയ നിയമം ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം. ഓക്കെ. ആർട്ടിക്കിൾ 21A പ്രാഥമിക വിദ്യാഭ്യാസത്തെ മാത്രമാണ് മൗലികമാക്കുന്നത്. മനസ്സിലായോ? പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് മൗലികമാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസമോ പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ അല്ല. അതാണ് പറയുന്നത്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായി വിദ്യാഭ്യാസം നൽകേണ്ടത് അവരുടെ അവകാശമാണ്, കിട്ടേണ്ടത് അവരുടെ അവകാശം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 21A. എന്നാൽ ആർട്ടിക്കിൾ 51A കെ എന്താണ്? ആർട്ടിക്കിൾ 51A കെയിൽ എന്ത് പറയുന്നുണ്ട്? രക്ഷിതാക്കളുടെ കടമയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് ഓർത്ത് തോന്നണേ. ആർട്ടിക്കിൾ 51A കെ നമുക്കറിയാം. ആർട്ടിക്കിൾ 51A എന്താ പറയുന്നേ? മൗലിക കടമകളാണ് പറയുന്നത്. ആർട്ടിക്കിൾ 51A എന്താണ് പറയുന്നത്? മൗലിക കടമകളാണ് പറയുന്നത്. അതിൽ എയിൽ കെ എന്താണ്? കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവരുടെ കടമയെന്ന് പറയുന്നുണ്ട്. അത് പഠിക്കാൻ എളുപ്പമാണ്. കെ ഫോർ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണ്. ഓക്കെ. അത് ഏത് ആർട്ടിക്കിളാ? 51A കെ. ഓക്കെ. വിദ്യാഭ്യാസ അവകാശം പറയുന്നത് 21A. ഓക്കെ. ഈ വിദ്യാഭ്യാസ അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് മൗലിക അവകാശം ഉള്ളത്. ഉന്നത വിദ്യാഭ്യാസമോ പ്രൊഫഷണൽ വിദ്യാഭ്യാസമോ എന്തല്ല? മൗലിക അവകാശം അല്ല. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സർവശിക്ഷ അഭിയാൻ. ഏതാണ്? സർവശിക്ഷ അഭിയാൻ. അപ്പൊ ചോദ്യം എന്താണ്? എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? സർവശിക്ഷ അഭിയാൻ. ഏതാണ്? സർവശിക്ഷ അഭിയാൻ. ഓക്കെ. ഈ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി എത്രാമത്തെയാണ്? 2002 86 ഭേദഗതി. 2002 86 ഭേദഗതി. ഇത് എത്രാമത്തെ ഭേദഗതി ബില്ലാണ്? 93ാമത്തെ ബില്ലാണ്. 93ാമത്തെ ബില്ല് 86ാമത്തെ ഭേദഗതി. അപ്പൊ ഏത് വർഷം? 2002. ഓക്കെ. അപ്പൊ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് 2002 86 ഭേദഗതി, 93ാം ഭേദഗതി ബില്ല്. ഓക്കെ. ഇനി വിദ്യാഭ്യാസം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 21A ആണ് കേട്ടോ. ഓക്കെ. ഈ വിദ്യാഭ്യാസം മൗലിക കടമ, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താക്കളുടെ മൗലിക കടമ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 51A കെ കുട്ടികളെ വെച്ച് പഠിക്കുക. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് എന്താണ്? രക്ഷകർത്ത കടമയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ 21A എന്ന ആർട്ടിക്കിളിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഏത് വർഷമാണ് പാർലമെന്റ് പാസ്സാക്കിയത്? 2009 ഓഗസ്റ്റ് 26. 2009 ഓഗസ്റ്റ് 26. 2009 ഓഗസ്റ്റ് 26 നിയമം പാസ്സാക്കിയത്. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. 2010 ഏപ്രിൽ 1. സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ. സർവരും പഠിക്കട്ടെ, സർവരും വളരട്ടെ എന്നാണ് എൻ്റെ ആപ്തവാക്യം. സർവരും പഠിക്കട്ടെ, സർവരും വളരട്ടെ എന്നാണ് ആപ്തവാക്യം. ഏത് വർഷമാണ് സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത്? അടിച്ചിട്ടാണ് 2001. 2001 സർവശിക്ഷ അഭിയാൻ ആരംഭിച്ച വർഷം ഏതാണ്? 2001. ഓക്കെ. ദേശീയ വിദ്യാഭ്യാസ ദിനം ഏതാണ്? നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം ഏതാണ്? നവംബർ 11. നവംബർ 11 ആരുടെ ജന്മദിനമാണ്? അതിന് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണേത്? നവംബർ 11. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ?
ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് പിള്ളേരെ? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓക്കെ. കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? കേരളത്തിൽ 2 വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഉണ്ട്. 2 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ ഇപ്പോൾ ഉണ്ട്. ഒന്നാമത്തത് വി ശിവൻകുട്ടി. രണ്ടാമത്തെ ആൾക്ക് ഉന്നത വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും ഉണ്ട്. അതാരാണ്? ആർ ബിന്ദു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ? ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സ്വതന്ത്രമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇതായിട്ട് ആചരിക്കുന്നത്. നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേന്ദ്രത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, കുട്ടികൾക്ക് ധർമ്മം വളരണമെങ്കിൽ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ധർമ്മം വളരാൻ വിദ്യാഭ്യാസം പ്രധാനപ്പെട്ടതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? വി ശിവൻകുട്ടി. ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആരാ? ആർ ബിന്ദു ആണ്. ഓക്കെ ആണല്ലോ. കെ ജീവൻ ബാബു. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഭേദഗതി ഏത് വർഷം? 2002 ആണ്. 86 ഭേദഗതി, 93 ബില്ല്. ഓക്കെ, ഏത് ആർട്ടിക്കിളില്? 21A. ഓക്കെ, മൗലിക കടമയെന്ന് പറയുന്നത് 51A കെ. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മൗലിക കടമയെന്ന് പറയുന്നത് 51A കെ. ഓക്കെ, അപ്പൊ ഇത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് മൗലിക അവകാശം. ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും മൗലിക അവകാശം അല്ല. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, സുബിനെ ഒന്ന് പോസിറ്റേ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? റിവിഷൻ ചെയ്യാം. ഓക്കെ, ശരി. ശ്രീ അതുലൂബി, വിദ്യാഭ്യാസം എത്ര വയസ്സിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്? 6 മുതൽ 14 വയസ്സ് വരെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള. ഓക്കെ, എന്നാൽ 8-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി. ഏത് പദ്ധതിയിലാണ് പറഞ്ഞത്? വാർധാ പദ്ധതി. ഗാന്ധിജിയുടെ വാർധാ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് എത്രയാണ്? 8 to 14 ഗാന്ധിജിയുടെ വാർധാ പദ്ധതി. നെയിം താലിം, നൂതന വിദ്യാഭ്യാസം. ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് LGS ക്ലാസ്സിൽ വരും. അതിലാണെങ്കിൽ എത്രയാണ്? 8 to 14 കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ അല്ലെങ്കിൽ മൗലിക അവകാശത്തിൽ പറയുന്നത് 6 മുതൽ 14. ഏത് ആർട്ടിക്കിളില്? 21A. ഇതിൽ എന്തൊക്കെ ലഭിക്കും കുട്ടികൾക്ക് മൗലിക അവകാശമായിട്ട്? അതായത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം ലഭിക്കുമോ? ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുമോ? പിന്നെ ഏത് മാത്രമേ ലഭിക്കത്തുള്ളൂ? സാധാ പ്രാഥമിക വിദ്യാഭ്യാസം. അതോടൊപ്പം തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ മൗലിക അവകാശമായിട്ട് ഉള്ളൂ. ഓക്കെ, ലിയോ എത്തി. പോപ്പുലേറ്റ് വാങ്ങിച്ചു തരുവോടെ. ഓക്കെ, ശരി. ലിയോ അല്ല മ്യൂസിക്. അണ്ണനെ പറയുകയും ചെയ്യും, അണ്ണന്റെ പാട്ടോട് നടക്കുകയും ചെയ്യും. ഇവന്റെ റിംഗ് ടൂണ് ലിയോയും കോളർ ടൂണ് മാസ്റ്ററും. ജോവിന്റെ. ഓക്കേടാ, പറ. ഈ ഏതെങ്കിലും ഒരു മൗലിക കടമയായിട്ട് വിദ്യാഭ്യാസം പറയുന്നുണ്ടോ? ഏതിലാ? 51A എന്താ പറയുന്നത്? കുട്ടികൾക്ക് വിദ്യാഭ്യാസം 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മാതാപിതാക്കളുടെ മൗലിക കടമയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി. ഈ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാണ്? 86 ഭേദഗതി. അത് എത്രാമത്തെ ഭേദഗതി ബില്ലാണ് മുസ്ലിം പറഞ്ഞേ? 93. ഏത് വർഷം? 2002. ഈ 21A പ്രകാരം നിലവിൽ വന്ന നിയമം ഏതാണ് സുബിനെ? വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സായ വർഷം പറഞ്ഞ ആദിഷ്? 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശം നിലവിൽ വന്ന വർഷം പറഞ്ഞേ? 2010 ഏപ്രിൽ 1. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ആരുടെ ജന്മദിനം? ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്? സ്വതന്ത്രമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. നിലവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ധർമ്മേന്ദ്ര പ്രധാൻ. നിലവിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? കെ ശിവൻകുട്ടിയാ? വി ശിവൻകുട്ടി. നിലവിലെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ഓക്കെ, ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം ആർ ബിന്ദു ആണ്. കേരളത്തിലെ അതേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ, അത് നമുക്ക് 3-ാമത്തെ ചോദ്യം നോക്കാം. സുബിനെ, മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇതാരാ പറഞ്ഞേ?
വിവേകാനന്ദൻ. ഓപ്ഷൻ പോലും ഇല്ലാതെ അവർ പറഞ്ഞിരിക്കുന്നത് വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസഡർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസഡർ എന്നറിയപ്പെടുന്ന ആരാണ്? എന്തുകൊണ്ട് നമ്മൾ വിവേകാനന്ദനെ പറഞ്ഞു? മോളുടെ ചോദ്യം ആൻസർ വിവേകാനന്ദൻ ആയതുകൊണ്ട് വിവേകാനന്ദനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്ന് വിചാരിച്ചിട്ടല്ലേ പറയുന്നത് നിങ്ങൾ? ഓക്കെ, അപ്പൊ ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസഡർ എന്നറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദനെയാണ്. ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദൻ. അപ്പൊ രണ്ട് വിശേഷണം പറഞ്ഞു. എന്തൊക്കെയാണ്? ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസിഡർ, ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ്. ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദനെയാണ് കേട്ടോ. അടുത്ത മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ കേട്ടോ. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദനാണ്. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദൻ. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ആരാ? മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് വിവേകാനന്ദൻ നിക്ഷേപിച്ച ആരാ? അത് എൻ്റെ ഉണ്ണിയെ പോണത്. ആരാ നിക്ഷേപിച്ചത്? സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് പഠിപ്പിച്ച ടോപ്പിക്. ഓക്കെ, വിളിക്കാൻ. ഓക്കെ, അപ്പൊ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദനെയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അതും വിവേകാനന്ദനെയാണ്. ഓക്കെ, അങ്ങനെ വിശേഷിപ്പിച്ച ആരാ? അതും സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസിഡർ. എന്താണ് ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസിഡർ? 2, ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ്. ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ്. ഓക്കെ, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്. ഇങ്ങനെ അറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദൻ. ഓക്കെ, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞേ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്ന എന്ന് വിശേഷിപ്പിച്ച ആരാ വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടാ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വിവേകാനന്ദൻ. അപ്പൊ 3 ചോദ്യം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദൻ. 3 ഓക്കെ ആണല്ലോ. ശരി, അടുത്ത്, ദരിദ്രനാണോ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനാണോ എന്നത് പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? വിവേകാനന്ദൻ. ആരാണ്? വിവേകാനന്ദൻ. ദരിദ്രനാണോ, എന്താണ്? ദരിദ്രനാണോ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനാണോ എന്നത് പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആരാണ്? വിവേകാനന്ദൻ. ആശയം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞത്? ഒരാളെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അയാളുടെ സാമ്പത്തിക സ്ഥിതി, അയാൾ ദരിദ്രനാണോ അല്ലെങ്കിൽ അയാൾ താഴ്ന്ന ജാതി ജനിച്ചവനാണോ എന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. എന്ത് മാത്രം നോക്കിയാൽ മതി? അതായത് ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള രീതിയിൽ മാത്രം എന്ത് ചെയ്ത് അയാളെ ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്താൽ മതി. ഓക്കെ, അടുത്ത, ഈ വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്നും അറിയപ്പെടും കേട്ടോ. വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്നും അറിയപ്പെടും. വിവേകാനന്ദനെ വേദാന്ത ശിരോമണി നിക്ഷേപിച്ച ആരാ? അല്ല, ഒരു ഇംഗ്ലീഷുകാരനാണ്. ആരാണ്? വില്യം ജെയിംസ്. ആരാണ്? വില്യം ജെയിംസ് ആണ്. വിവേകാനന്ദനെ വേദാന്ത ശിരോമണി നിക്ഷേപിച്ച ആരാണ്? വില്യം ജെയിംസ് ആണ്. ആരാണ് പിള്ളേരെ? വില്യം ജെയിംസ് ആണ്. ഓക്കെ, അപ്പൊ മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇതാരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസിഡർ സ്വാമി വിവേകാനന്ദൻ. ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ് സ്വാമി വിവേകാനന്ദൻ. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ സ്വാമി വിവേകാനന്ദൻ. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് വിവേകാനന്ദൻ. വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി. ദരിദ്രനാണോ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനാണോ എന്നത് പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരനെയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്ത ആരാം? സ്വാമി വിവേകാനന്ദൻ. വേദാന്ത ശിരോമണി എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ. വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? വില്യം ജെയിംസ് ആണ് വേദാന്ത ശിരോമണി എന്ന് ആരെ വിശേഷിപ്പിച്ചത്? സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത്. മനസ്സിലായി. ഓക്കെ,
ചോദ്യം, ചുവടെയുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ചുവടെയുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ഓപ്ഷൻ എ റാണിഗഞ്ച്, ഓപ്ഷൻ ബി കോർബ, ഓപ്ഷൻ സി നെയ്വേലി, ഓപ്ഷൻ ഡി രാംഗഡ്. റാണിഗഞ്ചാണോ ഏറ്റവും വലിയ കൽക്കരി പാടം? നിന്നെയൊക്കെ തന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ചാറിയാണ് ആൻസർ. ഈ ചോദ്യത്തില് ചാറി ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് PSC എന്ത് ചെയ്തു? ഈ ചോദ്യം ക്യാൻസൽ ചെയ്തു. പക്ഷെ അതിനുശേഷം പല പരീക്ഷയ്ക്കും PSC എന്ത് ചെയ്തു? ചാറി ചോദിച്ചു. LGSന് നിങ്ങൾക്ക് ഒന്നുകിൽ കൽക്കരി പാടം അതല്ലെങ്കിൽ എണ്ണപ്പാടം ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. ഓക്കെ, ശരി. അപ്പം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരി ഖനി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി ഖനി ചാറിയാണ്. ഏതാണ്? ചാറിയാണ്. ഓക്കെ, ചാറി ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ് കേട്ടോ, ജാർഖണ്ഡിലാണ്. ഓക്കെ, ഇനി അടുത്ത് ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്? നെയ്വേലി കേട്ടോ. ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്ന തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്? നെയ്വേലിയാണ്. ഓക്കെ, അടുത്ത കോൾ വർക്കേഴ്സ് ന്യൂമോണിയാസിസ്. എന്താണ്? കോൾ വർക്കേഴ്സ് ന്യൂമോണിയാസിസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അതായത് ഈ കൽക്കരി ഖനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന രോഗമാണിത്. ഓക്കെ, കോൾ വർക്കേഴ്സ്. കോൾ എന്ന് വെച്ചാൽ എന്താണ്? കൽക്കരി. കോൾ എന്ന് വെച്ചാൽ എന്താണ്? കൽക്കരിയാണ്. ഈ കൽക്കരി പാടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന രോഗമാണ് ഏത്? കോൾ വർക്കേഴ്സ് ന്യൂമോണിയാസിസ്. ഈ രോഗം ഇങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് ബ്ലാക്ക് ലങ് രോഗം. എന്താണ്? ബ്ലാക്ക് ലങ് രോഗം. ലങ് വെച്ചാൽ ശ്വാസകോശം. ബ്ലാക്ക് ലങ് രോഗം. മനസ്സിലായല്ലോ? അതായത് കൽക്കരിയുടെ പൊടിയെ കടിച്ചിട്ടുണ്ടാകുന്ന രോഗമാണ് ഇത്. ഓക്കെ, മനസ്സിലായല്ലോ? ശരി, ഇനി അടുത്ത് ഇനി പ്രധാനപ്പെട്ട കൽക്കരി പാടങ്ങളാണ് പറയാൻ പോകുന്നത്. കൽക്കരി പാടങ്ങളാണ്. ഓക്കെ, റാണിഗഞ്ച് എവിടെയാണ്? ഉത്തർപ്രദേശ്. റാണിഗഞ്ച് ബംഗാളിലാണ്. റാണിഗഞ്ച് എവിടെയാണ്? ബംഗാളിലാണ്. റാണിഗഞ്ച് എവിടെയാ? ബംഗാളിലാണ്. രാംഗഡ് എവിടെയാണ്? രാംഗഡ് ജാർഖണ്ഡിലാണ്. രാംഗഡ് വിഷ്ണാരി കടുവാ സങ്കേതമാണ് രാജസ്ഥാനിലുള്ളത്. രാംഗഡ് ജാർഖണ്ഡിലാണ്. കൽക്കരി പാടം പറയുന്നത്. അപ്പൊ രാംഗഡ് ജാർഖണ്ഡ്. സിംഗറേണി പറ. ഗുജറാത്തല്ല, കർണാടകയല്ല, മധ്യപ്രദേശല്ല, പടേ ആന്ധ്രാപ്രദേശ്. സിംഗറേണി ആന്ധ്രാപ്രദേശ്. ഓക്കെ, റാണിഗഞ്ച് പശ്ചിമ ബംഗാൾ. രാംഗഡ് ജാർഖണ്ഡ്. ഓക്കെ, സിംഗറേണി ആന്ധ്രാപ്രദേശ്. നെയ്വേലി എവിടാ? നെയ്വേലി തമിഴ്നാട്. താൾച്ചർ എവിടാ? താൾച്ചർ ഒഡീഷ. താൾച്ചർ എവിടെയാണ്? ഒഡീഷ. കോർബ എവിടാ? കോർബ ഒഡീഷ അല്ല, കോർബ മധ്യപ്രദേശല്ല. കോർബ ഛത്തീസ്ഗഡ്. കോർബ ഛത്തീസ്ഗഡ്. ബൊക്കാറോ അറിയാം. ബൊക്കാറോ ജാർഖണ്ഡ്. മറ്റേ ബൊക്കാറോ ഇരുമ്പുരുക്ക് പഠിച്ചിട്ട് ബൊക്കാറോ ജാർഖണ്ഡ്. അപ്പൊ ഇതത്തെ ഇപ്പൊ പഠിക്കണം. റാണിഗഞ്ച് പഠിച്ച റാണിഗഞ്ച് സെറ്റാണ്. റാണിഗഞ്ച് ബംഗാള്. രാംഗഡ് എവിടെയാടാ? രാംഗഡ് ഗുജറാത്ത്. പറഞ്ഞടാ, ജാർഖണ്ഡ് കേട്ടാ. രാംഗഡ് ജാർഖണ്ഡ് പഠിച്ചാ? ഓക്കെ, സിംഗറേണി ആന്ധ്രാപ്രദേശ്. മറ്റേ അല്ലു അർജുന്റെ സിനിമ ഉണ്ടല്ലോ, സിംഗക്കുട്ടി. അപ്പൊ അല്ലു അർജുൻ ആന്ധ്രാക്കാരനല്ലേ? അപ്പൊ സിംഗറേണി ആന്ധ്രാപ്രദേശ്. എങ്ങനെയാ കണ്ടു വെച്ചത്? നെയ്വേലി അറിയാം, തമിഴ്നാട്. താൾച്ചറും അറിയാം, താൾച്ചർ ഒഡീഷ. ഇനി രണ്ടെണ്ണം പഠിച്ചത്. കോർബ ഛത്തീസ്ഗഡ്. ഓക്കെ, ബൊക്കാറോ ജാർഖണ്ഡ്. എല്ലാം പഠിച്ചില്ല? ബൊക്കാറോ ജാർഖണ്ഡ്. ഓക്കെ, റാണിഗഞ്ച് ബംഗാള്. രാംഗഡ് ജാർഖണ്ഡ്. സിംഗറേണി ആന്ധ്രാപ്രദേശ്. നെയ്വേലി തമിഴ്നാട്. താൾച്ചർ ഒഡീഷ. കോർബ ഛത്തീസ്ഗഡ്. ബൊക്കാറോ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? മുംബൈ ഹൈ. ഇന്ത്യയിൽ ആദ്യത്തെ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ എണ്ണപ്പാടം ഏതാണ്? ദിഗ്ബോയ് ആസാം. ഏതാണ്? ദിഗ്ബോയ് ആസാം. ഏറ്റവും വലുത് ഏതാണ്? മുംബൈ ഹൈ. നമുക്കത് ചോദിച്ചതാണ്. ഈ ഇപ്പൊ പ്രിലിംസിനെ ചോദിച്ചതാണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അവിടെ ഏറ്റവും വലിയ എണ്ണപ്പാടം ചോദിച്ചിട്ട് ഒരു ഓപ്ഷൻ എയിൽ ജാറി ഇട്ടു. മനസ്സിലായ? നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വലിയ അവിടെ എണ്ണയെ നമ്മൾ കാണുള്ളൂ. നമ്മൾ എന്തേ കാണുള്ളൂ? നമ്മൾ ഏറ്റവും വലുത് പാടം ചാറിയ. മനസ്സിൽ ചോദ്യം എന്തെന്ന് വന്നു? കൽക്കരി പാടം. കൽക്കരി എന്ന വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന? ഇല്ല, പല ആൾക്കാർക്കും സംഭവിച്ചത്. മനസ്സിലായ? നമ്മൾ എന്ത് ചെയ്യും? ഒരു അസ്യൂം ചെയ്യും, ഇല്യൂഷനിലേക്ക് പോകും.
മനസ്സിലായി? നമ്മുടെ മനസ്സിൽ കൽക്കരി പാടമാണ് ചോദിച്ചതെന്ന് തോന്നുകയും നമ്മൾ ജാറിയെ കറുപ്പിക്കുകയും നമുക്ക് ഒരു മാർക്ക് ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷിക്കുകയും ചെയ്യും. പിന്നീട് ആൻസർ കീ വരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മാറിക്കിടക്കണം, ഇത് ഏത് പൊട്ടനയുടെ ആൻസർ കീ ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ അബദ്ധം മനസ്സിലാവുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചോണം. എണ്ണപ്പാടവും ചോദിക്കാറുണ്ട്, കൽക്കരി പാടവും ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. അപ്പോൾ അത്ര മനസ്സിലായടാ? ശരി, സുനെ ഒന്ന് പോസിറ്റേ. സ്വാമി വിവേകാനന്ദ അപ്പോൾ ആ സ്വാമി വിവേകാനന്ദൻ്റെയും പിന്നെ മറ്റേ കൽക്കരിയുടെയും ചോദ്യം ചോദിക്കാൻ പോവുകയാണേ. ഓക്കെ, ഇവിടെ വിവേകാനന്ദൻ്റെ കുറേ വിശേഷം ഞാൻ പഠിപ്പിച്ചു. അതിലൊരു രണ്ടെണ്ണം പറ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്. ഒന്നുകൂടെ പറ. പിന്നെ മറ്റേ കൊടുങ്കാറ്റ്, എന്തിന്റെ കൊടുങ്കാറ്റ്? ഹിന്ദു മതത്തിന്റെ. ഹിന്ദു മതത്തിന്റെ കൊടുങ്കാറ്റ്. വേറെ രണ്ടെണ്ണം പറ. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ, മേക്കർ ഓഫ് അതെ മോഡേൺ ഇന്ത്യ അംബാസഡർ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെയാണ്. ഇന്ത്യൻ ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസഡർ, ആധുനിക ഭാരതത്തിന്റെ ആത്മീയ അംബാസഡർ. ഓക്കെ, എടാ ഈ ഇദ്ദേഹത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച് എന്തൊക്കെയാണ്? മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് വിളിച്ചത്. മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ വിളിച്ചു. പിന്നെ ഇന്ത്യൻ ദേശീയതയുടെ ഇന്ത്യൻ ദേശീയ ആത്മീയ പിതാവ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ്. ഓക്കെ, ഇവിടെ വിവേകാനന്ദന്റെ വേദാന്ത ശില്പം നിക്ഷേപിച്ചാരാ? വില്യം ജെയിംസ്. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്? രാജാറാം റോയ്. ആരാണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്? സുരേന്ദ്ര ബാനർജി. ഓക്കെ, ശരി. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാ? ജാർഖണ്ഡ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം? ജാറിയ സംസ്ഥാനം? ജാർഖണ്ഡ്. ഈ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നത് എവിടെയാണ്? നവീൻ വെല്ലി. ഓക്കെ, ഈ കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവർക്ക് കണ്ടുവരുന്ന പ്രധാന രോഗം ഏതാണ്? കോൾ വർക്കേഴ്സ് നിമോണിയാസിസ്. ഓക്കെ, എൻ്റെ മറ്റൊരു പേരെന്താ? ബ്ലാക്ക് ലങ് രോഗം. ബ്ലാക്ക് ലങ് നമുക്കറിയാം, കൽക്കരി കറുപ്പല്ലേ? ഓക്കെ, ശ്വാസകോശം അതിന്റെ പൊടിയെ കഴിച്ച് കറുത്ത് പോകുന്ന നിർത്താൽ മതി. ഓക്കെ, മറ്റേ സലാറിന് ഒരു വലിയ പാവം കൽക്കരി പാടത്തിലല്ലേ ജോലിയാണ്? KGF കൽക്കരി പാടമല്ലല്ലോ, മറ്റേ ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോൺ എന്ന് പറയുമ്പോൾ മറ്റേ ഇതാണ് ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഏതാ? ചുണ്ണാമ്പല്. ലൈം സ്റ്റോൺ പാടമായിട്ടാണ് കാണിക്കുന്നത് KGF. സ്വർണ്ണം അവിടെ ലൈം സ്റ്റോണിന്റെ മറവിൽ സിനിമ ഇട്ടില്ല, ലൈം സ്റ്റോണിന്റെ മറവിൽ അവിടെ സ്വർണ്ണം കുഴിച്ചെടുക്കുന്നു. ഓക്കെ, അതാണ് കാണിക്കുന്നത്. പക്ഷെ സലാറിന്റെ പണി കിട്ടും. ഇവിടെ റാണി ഗഞ്ച് സംസ്ഥാനം കൽക്കരി പാടം? റാണി മഞ്ചല്ല, റാണി ഗഞ്ച് പശ്ചിമ ബംഗാള്. ഓക്കെ, രാംഗഡ് എവിടെടാ? ജാർഖണ്ഡ്. സിംഗറേണി ആന്ധ്രാപ്രദേശ്. നെയ്വേലി തമിഴ്നാട്. ഓക്കെ, താൾച്ചർ ഒഡീഷ. ഓക്കെ, കോർബ ഛത്തീസ്ഗഡ്. ഈ കോർബ പഠിക്കാൻ ജോബിൻ സാർ ഒരു സജഷൻ പറഞ്ഞായിരുന്നു. കോബ്ര എന്ന് ഓർത്താൽ മതി, കോബ്ര കടിച്ചാൽ ചത്തുപോകും, കോബ്ര കടിച്ചാൽ ചത്തുപോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കണക്ഷൻ ആയിട്ട് നിങ്ങൾക്കും പറഞ്ഞിരിക്കുകയാണ്. കോർബ അല്ലെങ്കിൽ കോബ്ര എന്ന് ഓർത്താൽ കേട്ടാ. കോർബ, ഛത്തീസ്ഗഡ്. ഓക്കെ, ശരി. അടുത്ത ബൊക്കാറോ എടാ? ജാർഖണ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ദിവസം പഠിച്ചു? 4 ചോദ്യം പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 4 ചോദ്യങ്ങളാണ് കേട്ടോ. 2021 LGS ചോദിച്ച 4 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ നല്ല റിവിഷൻ ചെയ്യുക. നാളെ ഞാൻ നാളത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ഓക്കെ, നാളെ എഴുതിപ്പിക്കും. ഓക്കെ, പുളിങ്കോ സോറി അക്ഷയ്. ഓക്കെ, നാളെ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നല്ലത് പഠിക്കുക എല്ലാവരും. ഓക്കെ, യൂണിവേഴ്സിറ്റി LGS നേടിയെടുക്കുക. ഓക്കെ, ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്. ജോബിൻ സാർ ഗുഡ് നൈറ്റ് കൊടുക്കൂ. ഓക്കെ, ശരി.